കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കൊയ്ത്തുത്സവമാണ് പൊങ്കാല. പൊങ്കാല എന്ന വാക്കിനർത്ഥം തിളച്ചുമറിയുക എന്നതാണ്. മനമുരുകി കരയുന്ന മങ്കമാരുടെ മനസ്സിലെ മാതൃത്വ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന നൈവേദ്യമാണ് പൊങ്കാല. അമ്മയുടെ തിരുസന്നിധിയിൽ മകൾ അമ്മയോടെന്ന പോലെ തൻ്റെ ദുഃഖങ്ങൾക്ക് ആശ്വാസമേകുമെന്ന പ്രതീക്ഷയോടുകൂടി അർപ്പിക്കുന്ന പൊങ്കാല ഒരു ദിവ്യ ഔഷധമായാണ് കരുതിപ്പോരുന്നത്. ആചാരപരമായി അരിയും ശർക്കരനീരും നാളികേരം ചിരകിയതും അണ്ടിപ്പരിപ്പുകളും ഉണക്കമുന്തിരിയും ചേർത്തുണ്ടാക്കുന്ന വിഭവം ദൈവത്തിന് നേദിക്കലാണ്. പ്രധാനമായും സ്ത്രീ വിശ്വാസികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. പൊങ്കാലയിൽ പ്രധാനമായും 3 വിഭവങ്ങളാണ് കാണപ്പെടാറുള്ളത്: പായസം, മണ്ടപ്പുറ്റ്, തെരളിയപ്പം. പൊതുവെ ശർക്കര ചേർത്ത പായസമാണ് ഭഗവതിക്ക് നിവേദിക്കാറുള്ളത്. അരി, പയർ, കടല തുടങ്ങിയ ഏതൊരു ഭക്ഷ്യവസ്തുവും കൊണ്ടും ശർക്കര പായസം തയ്യാറാക്കുന്നതായി കണ്ടുവരാറുണ്ട്. മാറാരോഗങ്ങൾ മാറുവാനും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടിയാണ് മണ്ടപ്പുറ്റ് നിവേദിക്കാറുള്ളത്. രോഗബാധിതനായ വ്യക്തിയുടെ ശിരസിൻ്റെ ആകൃതിയിൽ ചേരുവകൾ കുഴച്ചാവും മണ്ടപ്പുറ്റ് ഉണ്ടാക്കുക. അരി, പയർ, ശർക്കര എന്നിവ ചേർത്താണ് ഈ വിഭവം തയ്യാറാക്കുന്നത്. നിറയെ പോഷകങ്ങൾ നിറഞ്ഞ ഒരു വിഭവം കൂടിയാണിത്. കൂടാതെ കടുംപായസം, വെള്ളച്ചോറ്, സേമിയ, പാൽപ്പായസം, പാലട, ഇലയട തുടങ്ങിയ പല ഭക്ഷ്യവസ്തുക്കളും നിവേദിച്ചു കാണാറുണ്ട്. നിവേദ്യവസ്തു എന്തു തന്നെയായാലും ഭക്തിയോടെ സമർപ്പിച്ചാൽ ഭഗവതി സ്വീകരിക്കും എന്നതാണ് വിശ്വാസം. അതിനുശേഷം ക്ഷേത്രത്തിൽ നിന്നും നിയോഗിക്കുന്ന പൂജാരികൾ തീർത്ഥം തളിക്കുന്നതോടെ പൊങ്കാല സമാപിക്കുന്നു. തങ്ങളുടെ ദേശദൈവത്തിന് വർഷത്തിലൊരിക്കൽ സ്വന്തം കൈയാൽ തന്നെ ഊട്ടുക എന്നൊരു ചടങ്ങ് നൂറ്റാണ്ടുകൾക്ക് മുന്നേ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ നടന്നുവരുന്ന ഒരു ചടങ്ങായിരുന്നു. മകരക്കൊയ്ത്ത് കഴിഞ്ഞ് കിട്ടുന്നതെല്ലാം അരിയാക്കി മാറ്റി അതിൽ നിന്ന് ആദ്യത്തെ പങ്ക് ഭഗവതിക്ക് നൽകുന്ന രീതിയിലാണ് പ്രധാനമായും ഈ ചടങ്ങ് നടക്കാറുള്ളത്. പൊങ്കാല പുരാതന കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ് എന്നതിൻ്റെ ഉദാഹരണമാണത്. പലയിടങ്ങളിലും ഈ ചടങ്ങിന് എല്ലാം മാറ്റം വന്നു എങ്കിലും പാലക്കാട്ട് പല ഭാഗങ്ങളിലും ഇതെല്ലാം ഇന്നും മാറ്റമില്ലാതെ തുടർന്നു പോരുന്നതായി കാണാം. ഹൈന്ദവ വിശ്വാസപ്രകാരം പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ്. അതിലുപരി അനേകം പുണ്യം നേടിത്തരുന്ന ഒന്നായിട്ടാണ് പൊങ്കാല കരുതിപ്പോരുന്നത്. പൊങ്കാല അർപ്പിച്ചു പ്രാർത്ഥിച്ചാൽ ഭക്തരുടെ ആഗ്രഹങ്ങൾ ആറ്റുകാലമ്മ സാധിച്ചു തരും എന്നുള്ള വിശ്വാസമാണ് പൊങ്കാലയിലേക്ക് സ്ത്രീജനങ്ങളെ ആകർഷിക്കുന്നത്. പൊങ്കാലയ്ക്ക് മുൻപ് ഭക്തർ വ്രതം നോൽക്കുകയും ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യാറുണ്ട്. ചിലർ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വ്രതം ആരംഭിക്കുകയും സ്വന്തം വീടുകളിൽ തന്നെ പൊങ്കാല അർപ്പിക്കുകയും ചെയ്യാറുണ്ട്. പൊങ്കാല അടുപ്പിന് സമീപം ഗണപതിക്ക് വയ്ക്കുക എന്ന ചടങ്ങുണ്ട്. തൂശനിലയിൽ അവൽ, മലർ, വെറ്റില, പാക്ക്, പഴം, ശർക്കര, പൂവ്, ചന്ദനത്തിരി, നിലവിളക്ക്, നിറനാഴി, കിണ്ടിയിൽ വെള്ളം എന്നിവ വയ്ക്കണം. സാധാരണയായി പുതിയ മൺകലത്തിലാണ് പായസം തയ്യാറാക്കാറുള്ളത്. എന്നാൽ മണ്ടപ്പുറ്റ്, തിരളി, മോദകം പോലെയുള്ള വിഭവങ്ങൾ മറ്റു പാത്രങ്ങളിലും ചെയ്യാറുണ്ട്. ക്ഷേത്രത്തിന് മുൻപിലുള്ള പണ്ടാര അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള അടുപ്പുകളിൽ തീ കത്തിക്കുവാൻ പാടുള്ളൂ. പൊങ്കാലയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ മിക്കയിടത്തും ഭക്തർക്കായി അന്നദാനം നടക്കാറുണ്ട്. നഗരത്തിലെ ധാരാളം വീടുകളിൽ പൊങ്കാലയിടാൻ സൗകര്യം ചെയ്തു കൊടുക്കാറുള്ളതായും കാണാം. ദ്രാവിഡ ജനതയുടെ ദൈവാരാധനയുമായി ബന്ധപ്പെട്ട ഒരു ആചാരമാണ് പൊങ്കാല. ഇന്നത് പരാശക്തിയുടെ ഉപാസകരായ ശാക്തേയ ഹൈന്ദവ വിഭാഗത്തിൻ്റെ ജനകീയമായ ഒരു ആരാധനാ മാർഗമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ ദുർഗ, ഭദ്രകാളി, ശ്രീപാർവതി, ഭുവനേശ്വരി, ഭഗവതി തുടങ്ങിയ പരാശക്തി ക്ഷേത്രങ്ങളിൽ ഇവ കൂടുതലായി കാണപ്പെടാറുള്ളത്.